ഇറാന്റെ അതിവേഗത്തിലുള്ള പുനർനിർമ്മാണം അമേരിക്കയെയും ഇസ്രായേലിനെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാനെതിരായ യുദ്ധത്തിനിടയിൽ യുഎസും ഇസ്രായേലും വ്യോമ മിസൈൽ ആക്രമണങ്ങൾ പ്രധാനമായും സൈനിക ലക്ഷ്യങ്ങളിൽ നിന്നും പ്രധാന റെയിൽവേ പാലങ്ങളും റെയിൽവേ ട്രാക്കുകളും ഉൾപ്പെടെയുള്ള നിർണായക സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. ഇറാന്റെ ഗതാഗത ആശയവിനിമയ ശൃംഖലകളെ തകർക്കുന്നതിനെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ശക്തമായ മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. ഇറാനെ ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ പാലങ്ങൾ, വൈദ്യുത നിലയങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ബോംബ് ചെയ്യുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തി. എന്നിട്ടും ഇറാൻ ദ്രുതഗതിയിലുള്ള പുനർനിർമ്മാണത്തിനുള്ള ശ്രമത്തിലാണ്. അമേരിക്കയും ഇസ്രായേലിനെയും പരിഹസിക്കാനും വെല്ലുവിളിക്കാനും എന്ന പോലെ ഇറാനിയൻ എംബസികൾ പുനർനിർമ്മാണത്തിന്റെ വേഗത ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഏപ്രിൽ 8-ന് ദുർബലമായ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ആഭ്യന്തര എഞ്ചിനീയറിംഗ് ടീമുകളെ ഉപയോഗിച്ച് പലപ്പോഴും 40 മുതൽ 96 മണിക്കൂറിനുള്ളിൽ നിരവധി തകർന്ന റെയിൽ ലൈനുകളും പാലങ്ങളും പുനഃസ്ഥാപിച്ചതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. എക്സിലെ ഇറാനിയൻ നയതന്ത്ര വിവരങ്ങൾ ഈ ശ്രമങ്ങളെ പ്രധാനമായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദീർഘദൂരത്തേക്ക് വലിയ തോതിൽ യാത്രക്കാരെയും ചരക്കുകളെയും കൊണ്ടുപോകുന്നതിന് റെയിൽവേകൾ ഇപ്പോഴും നിർണായകമാണ്. അതുകൊണ്ടാണ് ആധുനിക സംഘർഷങ്ങൾ അവ വളരെ കാലമായി ആകർഷകമായ ലക്ഷ്യങ്ങളായി നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് വിയറ്റ്നാം യുദ്ധസമയത്ത് ചൈനയിൽ നിന്നുള്ള വിതരണ ലൈനുകൾ വിച്ഛേദിക്കുന്നതിനായി യുഎസ് സൈന്യം വടക്കൻ വിയറ്റ്നാമിലെ റെയിൽ ഹബ്ബുകൾ ആവർത്തിച്ച് ആക്രമിച്ചു. തീപിടുത്തത്തിൽ കേടുപാടുകൾ തീർക്കുന്നതിൽ വിയറ്റ്നാമീസ് ക്രൂകൾ ശ്രദ്ധേയമായ പ്രതിരോധശേഷി കാണിച്ചതുപോലെ തകർന്ന റെയിൽ ശൃംഖല പുനഃസ്ഥാപിക്കുന്നതിൽ ഇറാനിയൻ ടീമുകൾ ഇപ്പോൾ സമാനമായ ദൃഢനിശ്ചയവും വേഗതയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏകദേശം 40 ദിവസത്തെ പോരാട്ടത്തിൽ തകർന്ന പാലങ്ങൾ, റെയിൽവേ ലൈനുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ സമീപ ദിവസങ്ങളിൽ ആരംഭിച്ചു. ഫ്രഞ്ച് വയർ ഏജൻസിയായ AFPയുടെ റിപ്പോർട്ട് അനുസരിച്ച് യുഎസ് ഇസ്രായേൽ ആക്രമണങ്ങൾ തകർന്ന ഭാഗങ്ങൾ നന്നാക്കിയ ശേഷം ഇറാൻ നിരവധി പ്രധാന റെയിൽ റൂട്ടുകൾ, റെയിൽ സർവീസുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ അസർബൈജാൻ മേഖലയിൽ തബ്രിസ് നഗരത്തിൽ നിന്നും ടെഹ്റാനിലേക്കും വടക്കു കിഴക്കൻ മേഖലയിലെ മഷ്ഹാദിലേക്കും പോകുന്ന ട്രെയിനുകൾ സർവീസ് പുനരാരംഭിച്ചതായി റെയിൽവേ ഡയറക്ടർ ജനറൽ അലിറസ സുലൈമാനി ഇറാന്റെ IRNA വാർത്താ ഏജൻസിയോട് പറഞ്ഞതായി AFP റിപ്പോർട്ട് ചെയ്തു. 4-5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ട്രെയിനുകൾ സർവീസ് പുനരാരംഭിച്ചത്. ടെഹ്റാൻ തബ്രിസ് വാൻ ട്രെയിനും ഇന്നലെ രാത്രി ടെഹ്റാനിൽ നിന്നും തുർക്കിയിലെ വാനിലേക്ക് പുനർനിർമ്മിക്കുന്ന ട്രാക്കുകൾ ഉപയോഗിച്ച് പുറപ്പെട്ടു. എന്നാൽ പ്രധാന ഇറാനിയൻ റെയിൽ ധമനികൾ നടന്ന ഈ ആക്രമണങ്ങൾക്കിടയിലും യുദ്ധത്തിനിടയിൽ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കുന്നതിൽ ടെഹ്റാൻ ശ്രദ്ധേയമായ കഴിവ് പ്രകടിപ്പിച്ചു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്ക് ശേഷം 100 മണിക്കൂറിനുള്ളിൽ 8 റെയിൽവേ സൈറ്റുകളിൽ 6 സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് പുനഃസ്ഥാപിച്ചതായി അധികാരികൾ അവകാശപ്പെട്ടു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ 2 ആഴ്ചയ്ക്കുള്ളിൽ നീട്ടാൻ താൽപ്പര്യമില്ലെന്ന് ബുധനാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചതോടെയും സ്ഥിരമായ ഒരു സമാധാന കരാറിന്റെ പ്രതീക്ഷകൾ ചക്രവാളത്തിൽ കുറവായതിനാൽ ടെഹ്റാൻ, വാഷിംഗ്ടൺ, ജെറുസലേം എന്നിവ വീണ്ടും വെടിവെപ്പ് ആരംഭിച്ചേക്കാം. ഇത്തവണ നിർണായകമായ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിനെ എക്കാലത്തേക്കാളും കൂടുതൽ ലക്ഷ്യം വെച്ചാണ് ആക്രമണം. അത്തരമൊരു സംഭവം സംഭവിച്ചാൽ റെയിൽവേ, പാലങ്ങൾ തുടങ്ങിയ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള ഇറാന്റെ കഴിവ് എന്നത്തേക്കാളും പ്രധാനമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.